ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ തന്നെ BB ഹൗസിൽ റിയാസും ഷാനവാസും തമ്മിലൊരു കശപിശ ഉണ്ടാവുന്നുണ്ടല്ലോ. റിയാസ് ഇരിക്കുന്ന ബെഡിൽ എന്തോന്ന് മറിഞ്ഞതിന്റെ ചൊല്ലിയിട്ടാണ് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതായത് ഷാനവാസിനോട് പറയുന്നു ക്ലീൻ ചെയ്യാൻ, ഷാനവാസ് തിരിച്ചു പറയുന്നു അടിമപ്പണി എടുക്കാൻ പറ്റില്ല. അതിനുശേഷം ഗസ്റ്റ് അക്രമാസക്തനാണ് ആവുന്നത്. ബെഡ്ഷീറ്റ് എല്ലാം വലിച്ച് വാരി താഴെയിടുന്നു. ബാത്റൂം ഏരിയയിൽ പോയിട്ട് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ആ ബാസ്ക്കറ്റിലുള്ള ടിഷ്യൂസ് എല്ലാം വലിച്ചെറിയുന്നു. സാധാരണ ഒരു ഹോട്ടലിൽ ഒരു ഗസ്റ്റ് വന്ന് ഇങ്ങനെ അക്രമാസക്തനായാലും എന്താ സംഭവിക്കുക? ജനറൽ മാനേജറോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ വന്ന് ഇടപെടും. എന്നിട്ട് സെക്യൂരിറ്റിനെ കൊണ്ട് ആ ആളെ എന്തെങ്കിലും ഒരു നടപടി എടുക്കുക അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കും. അതാണ് സാധാരണ ചെയ്യുക. മറിച്ച് പ്രോഗ്രസീവ് തിങ്കിങ് ഉള്ള ഗസ്റ്റ് ഇരുന്ന് വാദിക്കുകയാണ് പുള്ളിക്കാരൻ ചെയ്തത് ശരിയാണെന്നും പറഞ്ഞിട്ട്. ഷാനവാസിനെയും അനീഷിനെയും എത്രമാത്രം ജോലി എടുപ്പിച്ചെന്നുള്ളത് പ്രേക്ഷകർ എല്ലാവരും കണ്ടതാണ്. അങ്ങനെ സ്റ്റാർ കൊടുക്കാനായപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് റിയാസിനോട്, ഇന്നലെയും ഇന്നും ഇവർ നന്നായിട്ട് ജോലി ചെയ്തു എന്നായിരുന്നു റിയാസ് പറഞ്ഞിരുന്നത്. സ്റ്റാർ കൊടുക്കാനായപ്പോൾ പുള്ളിക്കാരൻ അത് മാറ്റി പറയാണ്. അപ്പൊ അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഡബിൾ സ്റ്റാൻഡ് അല്ലേ എന്ന്. റിയാസ് തിരിച്ചു പറയുന്നത് കൊടുക്കാൻ സൗകര്യമില്ല എന്ന്. ഈ ആളാണ് പ്രോഗ്രസീവ് തിങ്കിങ്ങും ഡബിൾ സ്റ്റാൻഡിന്റെയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വിളിച്ചു കൂവി നടക്കുന്നത്. എന്ത് തന്നെയായാലും ആദിലയും നെവിനിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് റിയാസ് വന്നതിന് ശേഷം. അവരുടെ ഗെയിം ഓണായെന്ന് വിചാരിക്കുന്നു, അതോ മറിച്ച് റിയാസ് ഉള്ളതും കൂടി ഇല്ലാതെയാക്കിയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വന്ന ഉടനെ ലക്ഷ്മി ഒന്ന് ചൊറിഞ്ഞു, ലക്ഷ്മിയുടെ അടുത്ത് നന്നായി കൗണ്ടർ കിട്ടി. ഷാനവാസിനെ അടുത്ത ദിവസം ഒന്ന് ചൊറിയാൻ പോയി, അതും കിട്ടി. പിന്നീട് ഇപ്പൊ അനീഷും തിരിച്ചു ചോദിക്കും. റിയാസിലും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്നത് പോലെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ പ്രേക്ഷകർ ഒരിക്കലും അവരെ വേർതിരിച്ചിട്ട് കാണുന്നില്ല. കാരണം ഇതിന് മുൻപുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നാദിറയ്ക്ക് ആ ഷോയുടെ അവസാനം വരെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. മറിച്ച് അവരുടേതായ ആറ്റിറ്റ്യൂഡ് കാരണമാണ് പ്രേക്ഷകർക്ക് ആ ഒരു ഇഷ്ടക്കേട് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. 2 ദിവസത്തെ ടാസ്ക് ഒക്കെ കഴിഞ്ഞതല്ലേ, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട്. നെവിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് പ്രൂവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ആരെയാണ് വന്ന് കൊടയാൻ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.